WYD 2019 Panama Kazhchayum Kazhchapadukalum എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുമായി ലോക യുവജന സംഗമത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെത്തിയിരിക്കുന്നത് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ എന്ന ഇന്ത്യൻ ബാൻഡിൻ്റെ ടീം മെമ്പർ സിനി മരിയ അനൂപ്. ദൈവസ്നേഹം സംഗീതത്തിലൂടെ യുവജനങ്ങളിലേക്ക് എത്തിക്കാനായി പ്രവർത്തിക്കുക എന്ന ആത്യന്തിക ദർശനത്തോടെ ജീസസ് യൂത്ത് മ്യൂസിക് മിനിസ്ട്രിയുടെ ഭാഗമായി ഡൽഹിയിൽ വളർന്നു വന്ന ഒരു കൂട്ട യുവാക്കളുടെ ആരാധന സംഗീത ബാൻഡാണ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റലൈസ്. 2007 ഈ ആരാധനാ ഗായക സംഘം രൂപീകരിക്കപ്പെട്ടത്. വിവിധ തൊഴിൽ മേഖലയിൽ നിന്നുള്ളവരാണെങ്കിലും അംഗങ്ങളെല്ലാവരും ഒത്തുചേർന്ന് അന്നു മുതൽ ഇടവക ഗായക സംഘങ്ങൾക്കായുള്ള ആത്മീയ രൂപീകരണ വർക്ക്ഷോപ്പുകൾ നടത്തുകയും കോളേജുകൾക്കും മതേതര ജനക്കൂട്ടത്തിനുമായുള്ള സംഗീത പരിപാടികൾ അവതരിപ്പിച്ചും സുവിശേഷ സംഗീത ആൽബങ്ങൾ നിർമ്മിച്ചും യുവഹൃദയങ്ങളിൽ ചേക്കേറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രാർത്ഥനയിൽ ഉറച്ചടിത്തറയോടെ ദൈവനാമ മഹത്വത്തിനായി തങ്ങൾക്ക് നൽകപ്പെട്ട ദാനങ്ങളായ കഴിവുകളെ ഗുണനിലവാരമുള്ള സംഗീതമായി മാറ്റിയ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റലൈസ് 2019 ലോക യുവജന സമ്മേളനത്തിലെ പ്രകടനത്തിലൂടെ ലോക പ്രശസ്ത സംഗീത ബാൻഡുകളിൽ ഒന്നായി മാറിയിരിക്കുന്നു. ബാൻഡിൻ്റെ തുടക്കം മുതലുള്ള ഗായിക സിനി മറിയാസ്കറിയ വേൾഡ് യൂത്ത് ഡേയിൽ പങ്കെടുത്ത ആക്ട് ഓഫ് ദി അപ്പോസ്റ്റലൈസിന്റെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നു. വെൽക്കം സിനി. താങ്ക് യു ചേട്ടാ. സിനി, ഇത് എത്രാമത്തെ വേൾഡ് യൂത്ത് ഡേ ആയിരുന്നു? ഇത് ഞങ്ങളുടെ സെക്കൻഡ് വേൾഡ് യൂത്ത് ഡേ ആയിരുന്നു. ഇതിനു മുമ്പേ ഞങ്ങൾ 2016 പോളണ്ടിലേക്ക് പോയിരുന്നു. ദാറ്റ് വാസ് അവർ ഫസ്റ്റ് വേൾഡ് യൂത്ത് ഡേ എക്സ്പീരിയൻസ് ആൻഡ് റൈറ്റ് ആഫ്റ്റർ ദാറ്റ് ദിസ് വാസ് ദ സെക്കൻഡ് വേൾഡ് യൂത്ത് ഡേ എക്സ്പീരിയൻസ് ഫോർ അസ്. രണ്ട് വേൾഡ് യൂത്ത് ഡേയിലും മ്യൂസിക് മിനിസ്ട്രി ആയിട്ട് തന്നെ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിൻ്റെ കൂടെയാണോ പോയത്? അതെ അതെ, രണ്ടിലും ഞങ്ങൾ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ആയിട്ടായിരുന്നു ഞങ്ങൾ പോയത്. ഈ വേൾഡ് യൂത്ത് ഡേയും കഴിഞ്ഞ വേൾഡ് യൂത്ത് ഡേയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തായിരുന്നു? ഈ വേൾഡ് യൂത്ത് ഡേയിൽ എന്തൊക്കെയാണ് കൂടുതലായിട്ട് കർത്താവ് അനുഗ്രഹിച്ചതായിട്ട് തോന്നിയത്? വേൾഡ് യൂത്ത് ഡേ 2016 എൻ്റെ ഫസ്റ്റ് WYD എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ജസ്റ്റ് ബൈ ദി ഇനോർമിറ്റി ഓഫ് ഇറ്റ്, ജസ്റ്റ് ബൈ ദ size of it, no? The size of it was so big and so I don't know, എനിക്ക് അതിന് വേർഡ്സ് ഇല്ല. അതിൻ്റെ I was not expecting that. Okay. I was not prepared for such a big experience. So അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വേൾഡ് യൂത്ത് ഡേ, the second world youth day that we went for, I was a little more prepared. എന്തൊക്കെ പ്രിപ്പറേഷനാണ് യൂഷ്വലി ഇതുപോലെയുള്ള വേൾഡ് യൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത്? തീരുമാനം എടുത്തപ്പോൾ തൊട്ട് ഞങ്ങൾ we started interceding for it. We really wanted to be prepared and very strong in prayer. So
intercession was one thing that we started immediately. Okay. Both for like individuals, പിന്നെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് മാസ് ഓഫർ ചെയ്യുക, ആഡറേഷന് സമയം സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എല്ലാ സാറ്റർഡേസ് മീറ്റ് ചെയ്യും, പ്രാർത്ഥിക്കും, ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യും. ആൻഡ് ഞങ്ങൾ ഈ ഡൽഹിയിൽ പുറത്തുള്ള ആൾക്കാരെല്ലാവരും ടെക്നോളജി വഴി, ഓൺലൈൻ വഴി, ഗൂഗിൾ ഹാങ് ഔട്ട്സ് ഒക്കെ വഴി ഞങ്ങൾ മീറ്റ് ചെയ്യും. എന്നിട്ട് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ദാറ്റ് വി ഹാവ് ടു ടേക്ക്, പ്രിപ്പറേഷൻസ് ദാറ്റ് വി ഹാവ് ടു ലുക്ക് ഇൻ ടു, ദ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഇറ്റ്, ദ പ്രിപ്പറേഷൻസ് ഫോർ ഇറ്റ്, അതിന് എല്ലാത്തിനെയും പറ്റി വി ഡിസ്കസ്ഡ് ആൻഡ് വി ഓൾ വർക്ക് ടുവേർഡ്സ് ഇറ്റ്. ഓഹോ, അപ്പോൾ അത്രയ്ക്കും പ്രിപ്പറേഷൻസ് ഇതിൻ്റെ പുറകിലുണ്ട്. അതായത് കുറച്ച് പേര് ഡൽഹിയിലാണ്, കുറച്ച് പേര് ഇവിടെയാണ്. നിങ്ങൾ ഓൺലൈൻ വഴി നിങ്ങൾ ഇൻറ്ററാക്ട് ചെയ്യും, നിങ്ങൾ എവറി സാറ്റർഡേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും, അപ്പോൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കും, അതിൻ്റെ എല്ലാ ഫിനാൻഷ്യൽ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യണമല്ലോ അവിടെ പോയി തിരിച്ചു വരാനൊക്കെ ആയിട്ട്. അതൊക്കെ നിങ്ങൾ തന്നെ കണ്ടെത്തും. അതെ, ആബ്സല്യൂട്ട്ലി. നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്താവോ? എല്ലാവരുടെ പേരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഷുവർലി. ഞങ്ങളുടെ ബാൻഡിലെ ഞങ്ങളുടെ ബാക്ക് ബോൺ എന്ന് പറയാം, ഹിസ് നെയിം ഇസ് ആശീഷ് റൊസാരിയോ. ഹീ ഈസ് മെയിൻലി ഇൻവോൾവ് വിത്ത് ഓൾ ദ കമ്പോസിങ് ആൻഡ് ഹീ പ്ലേസ് ദ കീബോർഡ് ഓൾസോ. ആൻഡ് ഈ നമ്മളെ ഒത്തിരി പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ സോങ്സ്, ജീവൻ ജൽ, യേസു കി ജയ്, ഇറ്റ് വാസ് ആക്ച്വലി ഹിസ് വർക്ക് അലോങ് വിത്ത് സം other members of the Jesus Youth Delhi Music Ministry back then. പക്ഷേ ആശീഷ് റൊസാരിയോ വാസ് വൺ ഓഫ് ദ മെയിൻ പേഴ്സൺസ് ഇൻവോൾവ്ഡ് ഇൻ ദിസ്. ബാൻഡിന് വേണ്ടി സമയം കൂടുതൽ ലഭ്യമാക്കാൻ വേണ്ടി സ്വന്തം ജോലി ഉപേക്ഷിച്ച് സ്വന്തം ബിസിനസ് ആരംഭിച്ച ഒരു വ്യക്തിയാണ് ആശിഷ്, അല്ലേ? Yes. That is a real commitment. And then the person who, just brings it all together, his name is Jorlin Babu. He plays the guitar. He's an engineer by profession, software engineer aana. So there's Jorlin, there's Ashish, and then we have Edgar. He's the bassist of the band. By profession, he's a chartered accountant. ഇത് എല്ലാവരും കണ്ടും കേട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ്. പലർക്കും കർത്താവിന് വേണ്ടി സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ഒരു ഗോസ്പൽ മിനിസ്ട്രിക്ക് വേണ്ടി, ഒരു മ്യൂസിക് മിനിസ്ട്രിക്ക് വേണ്ടി സ്വന്തം ജോലി, ഇത്രയും തിരക്കുള്ള ജോലിയും ഇത്രയും ഉയർന്ന ഉദ്യോഗങ്ങളൊക്കെ ഉള്ള മനുഷ്യർ അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നു എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ഒരു അവെയർനെസ് ആൻഡ് ആൻ ഐ ഓപ്പണർ ഇസ് ദാറ്റ് ഞങ്ങൾ ഈ ചെറിയ സാക്രിഫൈസസ് ഫോർ ദ ബാൻഡ്, ഫോർ ദ ലോഡ്, ഞങ്ങൾ ഈ എടുക്കുന്ന ചെറിയ സാക്രിഫൈസസിന് ഇൻ റിട്ടേൺ ഞങ്ങൾക്ക് മൾട്ടിഫോൾഡ് ബ്ലെസ്സിങ്സ് ആണ് കിട്ടുന്നത്. ഇൻ ദ ഫോം ഓഫ് അവർ beautiful families, in the form of promotions in our workplaces, in the form of better jobs. 100 മടങ്ങായിട്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ തിരിച്ചു തരുമെന്ന വാഗ്ദാനം ഈശോ നിറവേറ്റുന്നത് നിങ്ങൾ കാണുന്നു. യെസ്, വെരി മച്ച്. എവറി ഡേ ഞങ്ങളുടെ ഡെയിലി ലൈഫിൽ ഞങ്ങൾ എപ്പോഴും വിറ്റ്നസ് ചെയ്യുന്ന കാര്യമാണ്. കമ്മിങ് ബാക്ക് ടു ദ ബാൻഡ് മെമ്പേഴ്സ്, വി ഹാവ് ഡൊമിനിക്. Yes. Okay. Dominic, I can say he multitasks, he fills in all the gaps. So he plays the pads and he plays the guitars, he dances. Oh. So he is there like one person who is like our, he can do anything in the band. Adeo. Yes. Then we have Victor, he is the drummer of our band. Okay. And by profession he works with the Comptroller Auditor General. Oh, CAG. CAG, yes, Okay. yes. And then we have Nikhil actually ഞങ്ങളുടെ കുറേ സോങ്സിനുള്ള ലിറിക്സ് he's been writing. He writes. നിങ്ങളുടെ ഓൺ സോങ്സിന്റെ ലിറിക്സ് ഒക്കെ നിങ്ങൾ തന്നെയാണോ എഴുതുന്നത്? Yes. Wonderful. Yeah. So ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ചില സോങ്സിന്റെ which like go back really early ആദ്യ കാലഘട്ടങ്ങളിൽ അതിന്റെ ലിറിക്സ് ഞങ്ങളുടെ ജീസസ് യൂത്ത് മ്യൂസിക് മിനിസ്ട്രിയിലെ കുറെ മെമ്പേഴ്സ് എല്ലാവരും വളർന്നു വന്നത് ആ ജീസസ് യൂത്ത് മ്യൂസിക് മിനിസ്ട്രിയിൽ നിന്ന്. അതെ. ഞാൻ ആക്ച്വലി മ്യൂസിക് മിനിസ്ട്രിയിൽ അന്നില്ലായിരുന്നു. ഞാൻ കൂടുതൽ ആക്റ്റീവ് നമ്മുടെ ക്രിസ്ത്യൻ മിനിസ്ട്രിയിലായിരുന്നു. അവിടെ റിട്രീറ്റ്സ് കൂടി, പിന്നെ അതിൽ തന്നെ ഒരു വോളണ്ടിയറായി. പിന്നെ ഈ ഡൊമിനിക് എന്ന് പറയുന്ന ആളാണ് എന്നെയും ടിംസനെയും ഒക്കെ കൂട്ടി. ടിംസൺ. Yes. ഞാൻ പറയാൻ ആക്ച്വലി ദാറ്റ് നെയിം ഡസ് നോട്ട് നീഡ് ആൻ ഇൻട്രൊഡക്ഷൻ. പക്ഷേ ഹീ ഈസ് ലൈക്ക് ദ റോക്ക് സ്റ്റാർ. ആളൊരു മ്യൂസിക് ഒരു സ്കൂളിൽ വോക്കൽ ട്രെയിനറാണ്, വെസ്റ്റേൺ വോക്കൽ ട്രെയിനറാണ്. ആൻഡ് ഹീ ഈസ് ദി ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് in his school. He's very humble. And coming to the sister in my band, my sole sister that I have in my band, it was actually earlier just me. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഒരു ഫീമെയിൽ വോക്കലിസ്റ്റ് ആയിട്ട്. And few years back, God gifted us with this beautiful sister called Sonali. God has these beautiful ways of bringing us all together. കാരണം ഞങ്ങൾ എല്ലാവരും
വി ന്യൂ ഈച്ച് അതർ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഇൻ ആർ ലൈവ്സ്. പക്ഷേ ദൈവത്തിൻ്റെ സമയത്തിൽ ദൈവം ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. എല്ലാവരും പരിചയപ്പെടുത്തിയല്ലോ അല്ലേ? ആരെയും വിട്ടുപോയിട്ടില്ലല്ലോ? രണ്ടുപേരും കൂടിയുണ്ട്. വൺ ഇസ് എൽദോ. എൽദോ അഗൈൻ ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ്. ഹീസ് എ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആൻഡ് ഹി ഓൾസോ പ്ലേസ് ദ ഗിറ്റാർ ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു ദ വോക്കൽസ് ഓഫ് ദ ബാൻഡ്. ഓക്കെ. ആൻഡ് പിന്നെ ഞാൻ MSW കഴിഞ്ഞതാണ് 2012 ആൻഡ് ഞാനിപ്പം റീസെൻ്റ്ലി ഒരു ഇൻഡസ്ട്രി ഓർഗനൈസേഷൻ ഇവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യുമായിരുന്നു, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യം, നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് വേൾഡ് യൂത്തിലേക്ക് പോയത്. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനകൾക്ക് ഒത്തിരി ഫലം പുറപ്പെടുവിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ പാടിയപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായോ? ചേട്ടൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ എനിക്ക് ഇത്തിരി സന്തോഷമുണ്ട്. കാരണം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ പ്രാർത്ഥിച്ചതും ഈ the desire in us to give Christ to people through our music has borne fruit definitely, and I witnessed one such thing ഈ പ്രാവശ്യം ഈ വേൾഡ് യൂത്തിൽ ഞാൻ പേഴ്സണലി വിറ്റ്നസ് ചെയ്തൊരു കാര്യം. ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ ഹോസ്റ്റ് പാരിഷിൽ ഞങ്ങൾ കാറ്റക്കിസിന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ബിഷപ്പ് ഷോൺ ഒമാലി, ഹീസ് ദ ബിഷപ്പ് ഓഫ് ബോസ്റ്റൺ. സോ ബിഷപ്പിന് ബ്യൂട്ടിഫുൾ ഒരു ഷെയറിംഗ് ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് കേട്ടപ്പം then there was another person who came in and shared about God's mercy and the beautiful sacrament of confession. He happened to share how, after coming to God, after having experienced Christ and His love, there was a time when I believe he was sitting in prayer and God showed him some areas of his life wherein he needed to still reconcile with God and probably go for a confession. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ട്രാൻസ്ലേഷൻ ആവശ്യമുള്ളൊരു കാര്യമാണ്. അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൺഫെഷൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച്, അദ്ദേഹം കൺഫെഷൻ ചെയ്യേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം പെട്ടെന്ന് ഓർത്ത് അത് കൺഫെഷൻ ചെയ്യാനായിട്ട് ഇടവന്നു. അത് കേട്ടുകൊണ്ടിരുന്ന സിനിക്ക് ഒരു ഉള്ളിൽ നിന്ന് ഒരു പ്രചോദനം ഉണ്ടായി. എനിക്കറിയില്ലായിരുന്നു, ഞാൻ തീരെ പ്രിപ്പറേഷൻ ഇല്ലാതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനിത് കേട്ടത്. അപ്പം ഞാൻ എന്തായാലും ഓർത്തു, ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്തായാലും ഓർത്തു, ഞാൻ ഇന്ന് ഈ ഏരിയാസിനെ പറ്റി ഐ വിൽ ഫൈൻഡ് എ പ്രീസ്റ്റ് ആൻഡ് ഐ വിൽ മേക്ക് എ കൺഫെഷൻ ടു ഹിം, ആൻഡ് വിച്ച് ഐ ഡിഡ്. കൺഫെഷൻ ചെയ്തു and I felt a lot of peace inside me. And ഞാൻ ഇതൊന്നും മനസ്സിലാക്കിയില്ല how God was using me. And this instrument of prayer and this sacrament of confession which we should as musicians be regularly resorting to. എല്ലാ മ്യൂസിഷ്യൻസും റെഗുലർലി കൺഫെഷൻ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. എന്താ? Absolutely. ശക്തമായ ആയുധം അല്ലേ? Yes. കാരണം അന്ന് വൈകുന്നേരം ഞങ്ങൾ one of the stages where we ministered as a band was a Hallelujah festival. Shalom community host ചെയ്യുന്ന Hallelujah festival, and it's a beautiful festival where so many bands, ഒത്തിരി bands വന്ന് perform. ഒരുപാട് ബാൻഡുകൾ ഒരുമിച്ച് വരുന്ന ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ. അതെ. സോ അവിടെ ഞങ്ങൾ അന്ന് വൈകുന്നേരം ചെന്ന് പെർഫോം ചെയ്യാൻ, മിനിസ്റ്റർ ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് കിട്ടി. ആൻഡ് വൺ ഓഫ് ദ സോങ്സ് ദാറ്റ് വി സാങ് വാസ് യെസ് ലോർഡ്. ഇറ്റ്സ് an anthem of Jesus Youth, and I know so many people are just familiar with. പക്ഷേ ആ ഒരു സോങ് എന്നിലുള്ള ഒരു ഇമോഷൻ എന്താ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ I become very happy. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. I feel like dancing. പക്ഷേ ഒരു ഡീപ്പർ ഇമോഷൻ അത് ടച്ച് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ, ഒരു ഡീപ്പർ തോട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിച്ചാൽ I don't think so. Maybe for me personally that song is എനിക്കൊരു ജോയ് ആൻഡ് മൈ ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു പാട്ട്. പക്ഷേ അന്ന് അവിടെ ഒരാളുണ്ടായിരുന്നു, ആൻഡ് ദിസ് സോങ് വാസ് ജസ്റ്റ് മെൻറ്റ് ഫോർ ഹർ. യെസ്, ആൻഡ് ദിസ് പേഴ്സൺ വാസ്, ഈ പറയുന്ന കുട്ടി ഒരു സ്പാനിഷ് ഒരു വോളണ്ടിയർ ആയിരുന്നു. ഷി വാസ് ഫ്രം സം അതർ കൺട്രി ആൻഡ് ഷി വാസ് എ മിഷണറി വോളണ്ടിയർ who was working currently in Panama. Her mission area was Panama. അതായത് യെസ് ലോർഡ് എന്ന പാട്ട് സിനി പാടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്പാനിഷ് വോളണ്ടിയറിനെ അത് ഹൃദയത്തിൽ ഭയങ്കരമായി സ്പർശിച്ചു. യെസ്, ആൻഡ് ഞങ്ങളുടെ സ്ലോട്ട് കഴിഞ്ഞപ്പം എന്നോട് വന്ന ആ കുട്ടി, ഷി വാണ്ടഡ് ടു എക്സ്പ്രസ് ടു മീ ഇൻ വാട്ട് എവർ ബ്രോക്കൺ ഇംഗ്ലീഷ് ഷി ന്യൂ. എന്നോട് വന്ന് പറഞ്ഞു യെസ് ലോർഡ്, ഐ വാസ് വെരി ഹാപ്പി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിൽ കൂടുതൽ ആ കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു, എനിക്ക് സ്പാനിഷ് അറിയില്ലായിരുന്നു. സോ വി ജസ്റ്റ് സ്മൈൽഡ് അറ്റ് ഈച്ച് അതർ ആൻഡ് വി വർ ജസ്റ്റ് experiencing each other's happiness. പക്ഷെ ആ കുട്ടിക്ക് അതോടെ മതിയായില്ല. അപ്പം ഞാൻ പിന്നെ അവിടെ നിന്ന് മാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി എനിക്കൊരു നോട്ട് കൊണ്ടു തന്നു, which she had written in Spanish. സ്പാനിഷിൽ? Yes.
കാരണം ആ കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. സോ ആ കുട്ടി എനിക്ക് സ്പാനിഷിലൊരു നോട്ട് കൊണ്ടു തന്നു. ഞാൻ എൻ്റെ അടുത്ത് സൂക്ഷിച്ച് ആ നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ദാറ്റ് റിമൈൻഡ്സ് മീ ദാറ്റ് ആസ് മ്യൂസിഷ്യൻസ് നമ്മൾ പ്രേയറും സാക്രമെൻറ്റ്സിലും എന്തുമാത്രം നമ്മൾ റിസോർട്ട് ചെയ്യണം ആൻഡ് ഹൗ ഇമ്പോർട്ടൻറ്റ് ദോസ് ആർ ഫോർ അസ്. ബിക്കോസ് ആ കുട്ടി ആ ലെറ്ററിൽ വിച്ച് ഐ ഗോട്ട് ട്രാൻസ്ലേറ്റഡ് ലേറ്റർ ഓൺ ഫ്രം എൻ ഇംഗ്ലീഷ് വോളണ്ടിയർ, ഞാനത് വായിച്ചപ്പം ലൈക്ക് വെൻ ഐ അണ്ടർസ്റ്റുഡ് what it said, it said that that song actually helped her to say a yes to the Lord again, because although she was a missionary and she was working for the Lord, this phase in her life was not very good. She was not going through a very good phase in her life. പക്ഷേ ഈ പാട്ട് അതായത് അവർ മിഷണറി ആയിട്ട് ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരു നല്ലൊരു ഫേസിലല്ല അവർ പോയിക്കൊണ്ടിരുന്നത്. ഒരു ലൈഫിലെ ഫേസ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഹാപ്പി ഫേസ് അല്ലായിരിക്കും. ആൻഡ് ഐ എം ജസ്റ്റ് ടെല്ലിങ് യു ദ ക്രക്സ്. ദെയർ വാസ് എ ലോങ് നോട്ട് റിട്ടൺ ടു ഇറ്റ്. ആൻഡ് ഷീ സെഡ് ദിസ് സോങ് ഓഫ് യോurs actually helped me reaffirm or say a yes again to the Lord. And അത് ഞാൻ വായിച്ചു, അത് മനസ്സിലാക്കിയപ്പം ഐ ഫെൽറ്റ് ദാറ്റ് our purpose, this is our purpose, and this is probably why we were here, to maybe touch that one soul. അതെ. ഒരുപക്ഷെ വേൾഡ് യൂത്തിലേക്ക് സിനിയെ കൊണ്ടുവന്നതിന് കർത്താവിന് ആ ഒരു വ്യക്തിയോടുള്ള നിസ്സീമമായ സ്നേഹമായിരിക്കാം കാരണം. Absolutely, ചേട്ടാ. I believe that. പലപ്പോഴും മ്യൂസിക്കിനെ 2 സെഷൻസിൻ്റെ ഇടയിലുള്ള ഒരു ഫില്ലറായിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്നത് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. അത് ജിസ് യൂത്ത് മിനിസ്ട്രിയിലായാലും അത് പല ധ്യാനങ്ങളിലായാലും അതിനൊരു ഫില്ലർ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ വേൾഡ് യൂത്ത് ഡേയിൽ ഞാൻ പേഴ്സണലി ഞാൻ ഒമർ പാർക്കിൽ കുറേ സമയം ഞാൻ സ്പെൻഡ് ചെയ്തായിരുന്നു. പലരും ആ വേർഷിപ്പ് അവർ പാടി ഒരു വേർഷിപ്പിൻ്റെ തലത്തിലേക്ക് എത്തി. അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ മുഴുവൻ കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ അവിടെ കണ്ടായിരുന്നു. അതിനുശേഷമാണ് അവരുടെ ആ ഒരു എക്സ്പ്രഷൻ ഫുൾനെസ്സിലേക്ക് എത്തുന്നത്. ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ആണ് അവർ ശരിക്കും. സിനി അവിടെ ഒരുപാട് ബാൻഡുകൾ ഉണ്ടായിരുന്നു. അത് എല്ലാ 7 സ്റ്റേജുകളായിട്ട് അവർ പെർഫോം ചെയ്തു. നിങ്ങൾ പലരും അവിടെ കണ്ടിട്ടുണ്ടായിരിക്കാം. പല സിംഗേഴ്സിനെയും പല ആർട്ടിസ്റ്റുകളെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. അതിൽ നിങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു ബാൻഡോ അല്ലെങ്കിൽ ഒരു സിംഗറോ അവരെ കുറിച്ചൊന്ന് പറയാമോ? എന്നെ പേഴ്സണലി ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തത് വാസ് ദിസ് ബാൻഡ് കോൾഡ് സിയർവാസ്. Yes. സിസ്റ്റേഴ്സിന്റെ ബാൻഡ് ഫ്രം Absolutely. And അതെനിക്ക് ഒത്തിരി എൻ്റെ ഐ തിങ്ക് കുറേ മിത്സ് എന്തോ ബ്രേക്ക് ചെയ്തതുപോലെ. കാരണം നമ്മളൊരു പ്രോബബ്ലി നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കുമ്പം സിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുമ്പം നമുക്ക് ഒരു കാര്യം മാത്രമേ വരത്തുള്ളൂ മനസ്സിൽ, ദാറ്റ് ഈസ് പ്രേയർ. ആൻഡ് ഈ സിസ്റ്റേഴ്സിൻ്റെ ബാൻഡ്, ദിസ് ഓൾ സിസ്റ്റേഴ്സ് ബാൻഡ് ജസ്റ്റ് ബ്രോക്ക് മൈ മിത്ത്. It just threw it away because these sisters were doing everything in the band. And avare kaanumbol thanne it was like grace was just dripping from their faces. It was beautiful. Right from the sister who was playing the lead, the bass, the rhythm, the flute, percussions, you name it and they have it all. Avarella instruments beautifully play cheyidu. And അവർ സംസാരിക്കുമ്പോൾ പോലും യു കുഡ് ഫീൽ അവർ സ്പാനിഷിലാണ് സംസാരിച്ചത്. ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് എ സിംഗിൾ വേർഡ്. അവരെന്താ പറഞ്ഞത് നമുക്ക് ഒന്നും മനസ്സിലായില്ല. പക്ഷേ ഇറ്റ് സൗണ്ടഡ് ലൈക്ക് ഹണി. ഐ മീൻ ഇറ്റ് സീംഡ് ലൈക്ക് ഇറ്റ് വാസ് സോ സ്വീറ്റ്. ഇത് ഒരുപാട് പേര് വേൾഡ് യൂത്ത് ഡേയുടെ വെന്യൂവിലും അവിടെ ഞാൻ കണ്ടുമുട്ടി പലരും ഷെയർ ചെയ്തൊരു കാര്യമാണ്. അതായത് 1000 സൂര്യന്മാർ ഒന്നിച്ച് ജ്വലിച്ചാലുണ്ടാവുന്ന ഒരു പ്രകാശമാണ് അവരുടെ ഫേസിൽ എന്നാണ് പലരും ഇതിനെക്കുറിച്ച് കമന്റ് ചെയ്തത്. ചേട്ടാ. ആൻഡ് ഐ ബിലീവ് ദാറ്റ് അവരുടെ that life of that vocation, അവരുടെ prayer life, അവരുടെ strong prayer life, അതിൻ്റെ എല്ലാത്തിൻ്റെയും റിഫ്ലെക്ഷൻ ആണ് ഈ പറയുന്ന the music, the grace that they carry with them. And we were very surprised when we went to meet them, say a hi to them, and they said, we know Acts of the Apostles. അവർക്കു നിങ്ങളെ അറിയാം. They knew us, so I believe they've been following our music. So it was very humbling for us. Wow. That somebody like them, they listened to our songs. And I believe this calls for the need of all of us Catholic bands to support and to promote each other. Yeah. Each other. So
Servas was one band which Okay. it was unity in diversity. Our sisters, I believe they are from different parts of South America and Central America, and how they lead and play their roles most perfectly through that one band. അവർ സിയർവാസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ബേസിക്കലി ഫ്രം പെറു ആണ്. ബട്ട് അവരുടെ സിസ്റ്റേഴ്സ് അവരുടെ തന്നെ കോൺഗ്രിഗേഷനിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ഗ്യാദർ ചെയ്ത ആൾക്കാരാണ്. പിന്നെ we heard one band called The Sun. The Sun. The Sun, yeah. They were also, I believe, അവരെ കാണാൻ ഭയങ്കര means they were professional. They've been in the music scene for a very long time. എൻ്റെ അണ്ടർസ്റ്റാൻഡിംഗിൽ അവരൊരു കമേഴ്ഷ്യൽ ബാൻഡ് ആയിരുന്നു for many years before they turned to Christ. Oh, yeah. So that itself is very beautiful. And avare kandu, I was just observing. This was the Siervas had another impact on me. But just watching this band, they were so professional and they were so tight as a band. Avare the secular crowd name they can just pull to them. And അതിൽ എനിക്ക് കണ്ട് മനസ്സിലായത് that നമ്മൾ as Catholic gospel musicians, there is a need for us to upgrade ourselves, to learn more and more. Absolutely correct. The Sun എന്ന ബാൻഡിനെ ഞാനും അവിടെ വെച്ച് കണ്ടായിരുന്നു, ഓമോർ പാർക്കിൽ വെച്ച്. വാട്ട് യു സെഡ് വാസ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. അതായത് അവർ കൊടുക്കുന്നത് അതിൻ്റെ ഒരു ഫുൾനെസ്സിലാണ്. അതിൽ ബേസ് ഗിറ്റാറിസ്റ്റ് നിലം തൊടാതെ ഓടി യെസ് ഓടി നടന്നിട്ടാണ് അദ്ദേഹം ബേസ് ഗിറ്റാർ വായിച്ചുകൊണ്ടിരുന്നത്. അത് മുമ്പ് ഒരു പ്രൊഫഷണൽ ബാൻഡ് ആയിരുന്നു. അതിനുശേഷം ഈ കർത്താവ് തൊട്ട് അതിനെ ഒരു ഗോസ്പൽ ബാൻഡാക്കി മാറ്റിയതാണ്. അപ്പോൾ അവരും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അവരൊരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. കാരണം അവരെ ഞാൻ ശരിക്കും ലൈക്ക് ഫസ്റ്റ് റോയിൽ നിന്ന് അവരെ ഇങ്ങനെ സ്റ്റെയർ ചെയ്യുമായിരുന്നു. ഐ വാസ് സ്റ്റെയറിങ് അറ്റ് ദം ജസ്റ്റ് ടു സീ ഹൗ ടൈറ്റ് ദേ വർ. ആൻഡ് ദിസ് ഈസ് അഗെയിൻ ദ റിസൾട്ട് ഓഫ് ദ പ്രെയർ ആൻഡ് ദ പ്രാക്ടീസ് ദാറ്റ് ദേ ഹാഡ് ടുഗെദർ. അപ്പം ആസ് കാത്തലിക് മ്യൂസിഷ്യൻസ് വി ഹാവ് ടു ബി അപ്ഗ്രേഡഡ്. വി നീഡ് ടു അപ്ഗ്രേഡ് അവർ സ്കിൽസ്, അപ്ഗ്രേഡ് അവർ നോളജ് അബൌട്ട് മ്യൂസിക് ആൻഡ് upgrade our prayer lives also. വേൾഡ് യൂത്തിൽ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ഈ സിൻറ്റ കോസ്റ്റയുടെ മെയിൻ സ്റ്റേജിൽ എനിക്ക് കയറാനായിട്ടൊരു അവസരം കിട്ടിയായിരുന്നു. അവിടെ നിന്ന് താഴെ നിന്ന് നോക്കിയപ്പോൾ അവിടെ നിൽക്കാനുള്ള സ്ഥലവും അവിടെ വരാൻ സാധ്യതയുള്ള ജനസാഗരത്തെയൊക്കെ ഞാൻ ഓർത്തപ്പോൾ, പക്ഷേ അവിടെ തന്നെയാണ് നിങ്ങൾ പെർഫോം ചെയ്തത് ഞാൻ കണ്ടത്. വാട്ട് വാസ് യുവർ ഫീലിംഗ് ദെൻ? ദ ഫീലിംഗ് സത്യം പറഞ്ഞാൽ ആദ്യം പേടിച്ചു പോയി ബൈ ദ മെഗ്നാനിമിറ്റി ഓഫ് ഇറ്റ്. ഭയങ്കര വലിയൊരു സ്റ്റേജ്, അതിനേക്കാളും കൂടുതൽ ആൾക്കാർ കാണാനായിട്ട് എനിക്കറിയില്ല ഹൗ ദാറ്റ് ഫീലിംഗ് ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് ടു രജിസ്റ്റർ അറ്റ് ഫസ്റ്റ്. പിന്നെ ഞങ്ങളെ കൊണ്ടുപോയ വഴികളൊക്കെ ഭയങ്കര സെക്യൂരിറ്റി, ടൈറ്റ് സെക്യൂരിറ്റി, ഗൺമെനൊക്കെ ആയിട്ട് കുറേ പേര് കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടി ഭയങ്കര ഒരു പേടി സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മീൻസ് അത്രയ്ക്കും വലുത്. പിന്നെ ദിസ് തോട്ട് ദാറ്റ് കെയിം ടു മീ ദാറ്റ് ലോർഡ്, am I even worthy to be standing here? How can you give me all this? How are you doing, Panama? We are Acts of the Apostles from India. Together, let's praise Jesus as one big family. Here we go. उसने मुझसे प्यार किया, मेरे लिए जीवन दिया, मुझे मिला जीवन नया, कैसे करूंगा मैं शुक्रिया. यीशु की जय, यीशु की जय, यीशु की जय, जयकार करूं. ഇത്രയും വലിയ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്ന ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, ദൈവമേ ഇതിനൊക്കെ ഞാൻ യോഗ്യനാണോ? ഇത്രയും വലിയ ഒരു സ്റ്റേജിലും ഈശോയെ നിനക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ എന്നെ എന്തിനു നീ തിരഞ്ഞെടുത്തു എന്നുള്ളതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കും അല്ലേ? ഞാൻ വീണ്ടും വീണ്ടും ഇത് തന്നെയാണ് ചിന്തിച്ചത്. ദാറ്റ് ഐ എം നോട്ട് വർതി ടു ബി സ്റ്റാൻഡിങ് ഹിയർ ആൻഡ് ടു ബി സിംഗിങ്, ബട്ട് ലോർഡ് യു ആർ സോ നൈസ് ടു മീ, യു ലവ് മീ സോ മച്ച് that you put me here.
and you're giving me this opportunity to minister to your people and to sing to them and to tell them of your love. So I think the final feeling was that of gratefulness and of thankfulness to God, and to say what the theme was, to just confirm and submit myself once again to the Lord, saying, "Here I am, Lord, I am your servant." जीवन जल तू आजा, दे तू अपना वरदान, तेरे जैसा साथी मिलेगा हमको कहाँ, तेरे बिन ना जी सकेंगे हम, तू ही है मुक्तिदाता, मिट जाएगा हम सबका गम, मेरा ये मन है प्यासा, ओ जीवन जल बहता चल, बहता चल, ओ जीवन जल बहता चल, बहता चल, ओ जीवन जल बहता चल, बहता चल, ओ जीवन जल बहता चल, बहता चल। Krakow, from Krakow now to Panama City, now next to Portugal. Okay, so എന്താ ഇപ്പോൾ മനസ്സിലുള്ളത് പോർച്ചുഗലിനെ കുറിച്ച്? Portugal എന്ന് പറയുമ്പം the first word, the thought that comes to my mind is that we are praying about it, and I can say we've started preparing for it. At least through prayers we have ഞങ്ങൾ അതിനെപ്പറ്റി ചെറിയ ഡിസ്കഷൻസ് ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്ത് തുടങ്ങി. കാരണം ഇപ്പോൾ നമുക്ക് 3 years ഉണ്ട്. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് പ്രിപ്പറേഷൻസ് ദാറ്റ് നീഡ്സ് ടു ഗോ ഇൻ ടു ഇറ്റ്. 3 വർഷത്തെ പ്രിപ്പറേഷൻ ഉണ്ട്. യെസ്, ആൻഡ് ഇൻ ദ മീൻ ടൈം ആസ് എ ബാൻഡ് വി ഹാവ് ഡിസൈഡഡ് ആൻഡ് വി റിയലി ഡിസയർ, ഞങ്ങൾക്ക് ഒത്തിരി ഒരു ആഗ്രഹമുണ്ട് ദാറ്റ് ഇന്ന് വരെ ചെയ്തതിനേക്കാളും കൂടുതൽ ഗോഡിൻ്റെ ഗ്ലോറിക്ക് വേണ്ടി ഞങ്ങൾ ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബിക്കോസ് ഹീസ് ബ്ലെസ്ഡ് us with so many things. Our desire and our earnest effort is to just continue to work and make more music for God's glory. തന്നിരിക്കുന്ന കഴിവിനെ പ്രതി ആ ദൈവത്തിന് തന്നെ നന്ദി പറയാനും ജീവിതം മുഴുവൻ മാറ്റിവെക്കണമെന്നാണ് സിനി ആഗ്രഹിക്കുന്നത്, അല്ലേ? വെരി മച്ച്. അത് തന്നെയാണ് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസിന്റെ ഓരോ സോളിന്റെയും വിഷനാണ് ഞങ്ങൾക്ക്. തീർച്ചയായിട്ടും ആ ഒരു വലിയ ലക്ഷ്യം ദൈവം സാക്ഷാത്കരിക്കട്ടെ, കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിനെ കൊണ്ടുപോകട്ടെ. സോ ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു സോ മച്ച് സിനി ഫോർ ഷെയറിങ് ഈ ഉള്ളിലുള്ള ആ ആഗ്രഹം, അതായത് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ വലിയ പ്രത്യാശയും ലോകജനതയിലേക്ക് നിങ്ങളുടെ മ്യൂസിക് വഴി നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം നിങ്ങളെ പ്രത്യേകമായിട്ട് നയിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.